അർജുന്റെ സഹോദരി മാധ്യമങ്ങളെ കാണുന്നു, അതിലേക്ക്. വിഷമമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ പല ആളുകളെയും കുടുംബം ഒറ്റക്കെട്ടായിട്ട് ഒറ്റ തീരുമാനം എടുത്തിട്ടാണ് നമ്മൾ പല ആളുകളെയും പോയി കണ്ടു. എല്ലാവരും നമുക്ക് നല്ല രീതിയിൽ തന്നെ സഹായിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഈ ഒരു സംഭവം നടന്നപ്പം കർണാടകത്താണ്, അവിടുത്തെ സർക്കാരിൻ്റെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്തിക്കാൻ നമ്മൾ ആദ്യം പോയ ആൾ രാഘവേട്ടനാണ്. രാഘവേട്ട അത് വേണ്ട രീതിയിൽ തന്നെ അന്ന് മുതൽ നമ്മുടെ കൂടെ നിന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സർക്കാരാണെങ്കിലും സർക്കാരിൻ്റെ ഓരോ പ്രതിനിധികളും ദിവസവും നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മുടെ കുടുംബത്തിനൊപ്പം ചേർന്ന് നിന്നുണ്ട്. കൃഷ്ണപ്രിയ അവൾക്ക് നമ്മൾ എന്ത് കൊടുത്താലും മതിയാവില്ല. പക്ഷേ അർജുൻ എന്ന് പറഞ്ഞൊരു നഷ്ടം അവൾക്ക് തീരാ നഷ്ടമാണ്. അവൾക്കൊരു ജോലി കൊടുത്ത് നമ്മുടെ സർക്കാർ അതും ചെയ്ത് അങ്ങനെ ഓരോ എല്ലാവരും ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി ആളുകളും നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ നിന്നുണ്ട്. അതേപോലെ നിങ്ങൾ മീഡിയ ആ ഒരു ശിരൂരെത്തിയാലേ നമുക്ക് മീഡിയ കഷ്ടപ്പെട്ട ഒരു കാര്യം അറിയുള്ളൂ. നിങ്ങൾ ആ വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഒക്കെ അത്രയും ഈ ഒരു ദൗത്യം ഇത്ര വിജയകരമാക്കാൻ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്. അവിടുത്തെ ജില്ലാ ഭരണകൂടാണെങ്കിലും നമുക്ക് ആദ്യ സമയങ്ങളിലൊക്കെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈശ്വർ മാൽപ്പെ എല്ലാ ആളുകളും എല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അർജുൻ്റെ അടുത്ത് എത്തിപ്പെടുക. ഇനി പലരും പല രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു. എല്ലാവർക്കും ഒരു ഉത്തരം കിട്ടി. നിങ്ങളൊക്കെ പോലെ തന്നെ ഞങ്ങൾ എന്താ പുരോഗതി അറിയിക്കുന്നതിനൊപ്പം തന്നെ SP സാറ് അതായത് ഈ ഒരു ഡ്രെഡ്ജിങ് സാധ്യമാക്കാൻ അവരെ പ്രഷർ ചെയ്ത് നമ്മൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ഇപ്പോൾ KC വേണുഗോപാൽ അടക്കമുള്ള ആളുകളുടെ ഡയറക്റ്റ് പ്രഷറും കാര്യങ്ങളും ഇപ്പോൾ രാഘവേട്ട അങ്ങനെയുള്ള ആളുകളാണ് നമ്മളെ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ആ ഒരു എഫേർട്ട് എടുത്തതെന്ന് പറഞ്ഞു. പിന്നെ അതേമാതിരി അവർക്ക് ആ ലോറി അവിടെയാണ് ഏകദേശം അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഉറപ്പ് നമ്മളെയും കൂടി അറിയിക്കാനാണ്. അപ്പോൾ കുറച്ച് ദിവസം എടുക്കും. നമുക്ക് ഏകദേശം ഇതിൻ്റെ ഉള്ളിലാണ് ലോറി എന്നുള്ളത് മനസ്സിലായിട്ട് ഏകദേശം സ്ഥാനം മനസ്സിലായിട്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം. പക്ഷേ അത് പതുക്കെ നമുക്ക് സാധ്യമാവുള്ളൂ. ആ കാര്യങ്ങളൊക്കെ അറിയിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ അവർക്ക് അവർ വിശദീകരിച്ചു. അവിടെ തന്നെയാണ് കിട്ടിയത്. ആദ്യം ഈ തെരച്ചിലിനൊക്കെ വളരെ വേഗം കുറവാണ് നമ്മൾ പരാതി. പിന്നീട് അങ്ങോട്ട് വന്നപ്പോൾ കാര്യങ്ങളൊക്കെ കൃത്യമായി നടന്നിരുന്നു, കാര്യങ്ങളൊക്കെ ഏകോപനം അതൊന്നും അങ്ങനെയൊന്നും പറയാൻ ഞാൻ ആരുമല്ല. അപ്പം നമുക്ക് അതൊക്കെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ്. അപ്പം അതെനിക്ക് ഉത്തരമല്ല. ഇപ്പം ഏതായാലും നമുക്ക് ലാസ്റ്റ് ഈ ഡ്രെഡ്ജർ വന്നതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൻ്റെ കാരണം അവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. മനുഷ്യസാധ്യമായിട്ട് ഒരു ഡൈവ് ചെയ്തിട്ട് നമുക്ക് ആ ലോറിൻ്റെ അടുത്ത് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റൂലായിരുന്നു. അപ്പോൾ അതിന് ഡ്രെഡ്ജർ മാതിരിയുള്ള സംവിധാനം വേണമെന്നുള്ള രീതിയിലാണ് രണ്ടാം ഘട്ട തെരച്ചിൽ അവസാനിപ്പിച്ചത്. പിന്നെ നമുക്ക് ഒരുപാട് ഫോൾസ് ഇൻഫോർമേഷനൊക്കെ നമുക്കും കിട്ടിയിട്ടുണ്ട്. പല രീതിയിലും നമ്മളും ആ വഴിക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഏതായാലും കുറച്ച് വൈകിയാണെങ്കിലും ഈ ഒരു ഇതിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. എല്ലാം സാധ്യമായതെല്ലാം ചെയ്ത് ഒരാൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു 72 ദിവസം അവർ കാത്തിരുന്ന്, അതായത് അവർക്ക് എപ്പം വേണമെങ്കിലും ഈ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യായിരുന്നു. ഈശ്വർ മാൽപ്പയുടെ റോൾ എങ്ങനെയാ കാണുന്നത്? ആരും ഇറങ്ങാത്ത സമയത്ത് പുഴയിൽ ഇറങ്ങി, പക്ഷെ പിന്നീട് ഭരണകൂടം മോശമായി പെരുമാറി എന്നൊക്കെ പറഞ്ഞ് പുള്ളി തിരിച്ചു പോകുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായി. അല്ല, അതൊരു തെറ്റിദ്ധാരണയുടെ ഭാഗമാണ്. ഈശ്വർ മാൽപ്പെ സാറും അതേമാതിരി കുറേ പേര് ഇങ്ങനത്തെ മുങ്ങൽ വിദഗ്ധരൊക്കെ ഇതിനുവേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സതീശൈൽ സാറാണ് ഈശ്വർ മാൽപ്പേനെ അവിടേക്ക് കൊണ്ടുവന്നെന്ന് തോന്നുന്നുണ്ട്. അപ്പം ആവശ്യഘട്ടങ്ങളിൽ അവരുടെ സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഡ്രെഡ്ജിങ് കൊണ്ടുവന്നപ്പം നമ്മുടെ ഡ്രെഡ്ജർ ഉപയോഗിച്ചിട്ടുള്ള എത്രയും പെട്ടെന്നുള്ള ഒരു കണ്ടുപിടുത്തം അതിനൊരു ചെറിയൊരു ഇതുപോലെയാണ്. അതുകൊണ്ടായിരിക്കും ജില്ലാ ഭരണകൂടം താൽക്കാലികമായിട്ട് ആക്കിയത്. അല്ലാതെ ഈശ്വർ മാൽപ്പേനെ തഴഞ്ഞിട്ടും കാര്യങ്ങളൊന്നും ആയിട്ടല്ല. ജിതിൻ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ്. ഇപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ജിതേട്ടനാണ് മുന്നിൽ എല്ലാ കാര്യത്തിലും നിന്നത്. മനഫ്ക വേറൊരു തരത്തിലേക്കാണ് അവിടേക്ക് എത്തിപ്പെടുന്നതെങ്കിൽ പക്ഷെ ഞങ്ങൾ കുടുംബത്തിന്റെ ഫസ്റ്റ് ടു ലാസ്റ്റ് ഓരോ ഘട്ടങ്ങൾക്ക് ഞങ്ങൾക്കറിയാം ആരൊക്കെ പോയി കണ്ടെന്നുള്ളത്. അപ്പം ജിതിൻ വേറെ രീതിയിലും മനഫ്ക വേറെ രീതിയിലും ഞങ്ങളെ ലക്ഷ്യം ഒന്നാണ്. പക്ഷെ ഞങ്ങൾ ഒരുമിച്ചല്ല ഈ ഒരു ഡ്രഡ്ജിങ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഇവിടെ എത്തിച്ചത് വരെ നമ്മൾ അത്രയും കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് അത് ഡ്രഡ്ജർ എത്തിച്ച ആളുകൾക്കറിയാം നമ്മൾ എടുത്ത എഫേർട്ട് എത്രയാണെന്നുള്ളത്. നമ്മൾ അത്രയും ഓരോ ആളുകളെ പോയി കണ്ട് നമ്മുടെ കൂടെ നിന്ന് ആ രാഘവേട്ട നമ്മുടെ സതീശൈൽ സാറ് ഇങ്ങനത്തെ ആളുകളാണ് ഇത് നമ്മുടെ കൂടെ അവർ നിന്നതുകൊണ്ടാണ്. അല്ലാതെ നമ്മൾ അവർക്കെതിരെ നിന്നാൽ നമുക്ക് ഒരിക്കലും ഈ ഒരു ഡ്രഡ്ജർ എന്ന് പറഞ്ഞ സംവിധാനം എത്തിപ്പെടാൻ പറ്റൂലായിരുന്നു. സോഷ്യൽ മീഡിയ ആക്രമണത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. നിയമപരമായി പോകും കമ്മീഷണർക്ക് പരാതി കൊടുത്തിരുന്നൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ എന്തെങ്കിലും
ഇല്ല, അതൊക്കെ അതിന്റെ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. പരാതികൾ ഒക്കെ ഫാമിലിന്റെ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. കുടുംബവും മനാഫും ഒക്കെ പലതവണ സമൂഹ മാധ്യമങ്ങളിൽ ആക്രമണം മനാഫ്കയ്ക്ക് ഒരുപാട് ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇല്ല, അതൊക്കെ അവിടെ അതിന്റെ പ്രൊസീജിയർ അവർ വേണ്ട രീതിയിൽ ഇപ്പൊ ഇവിടുത്തെ മന്ത്രിമാരാണെങ്കിൽ ഇടപെടുന്നുണ്ട്. അവിടുത്തെ അവരും ഇടപെട്ടിട്ട് വേണ്ട രീതിയിൽ ചെയ്തു തരും. നമുക്കിനി യാതൊരുവിധ ഒന്നുമില്ല. വേണ്ട കാര്യങ്ങളൊക്കെ അവരിപ്പോ വേണ്ട രീതിയിൽ തന്നെ എല്ലാവരും ചെയ്യുന്നുണ്ട്. അല്ല, അതൊന്നും നമുക്ക് അറിയുന്ന കാര്യം. അതൊക്കെ അവര് വേണ്ട കർണാടകയും കേരള സർക്കാരും അവരെ കൂട്ടിയിട്ട് ചെയ്യും. കുടുംബത്തിന് അതിന്റെ പ്രൊസീജിയറൊക്കെ അവർ ഏതായാലും ഇത്രയും ദിവസം നമ്മൾ കാത്തിരുന്നു. ഏതായാലും ഇത്രയും വൈകിയല്ലോ, ഇത്രയും കാത്തിരുന്നു. അപ്പം എല്ലാം അതിൻ്റെതായ ഫോർമാലിറ്റി നടക്കട്ടെ എന്നുള്ള രീതിയിൽ. നാടൊന്നാകെ ഒറ്റക്കെട്ടായി കുടുംബത്തിനൊപ്പം നിന്നു. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായി അർജുന്റെ സഹോദരി മാധ്യമങ്ങളോട് പറഞ്ഞു.